ഇരട്ട വോട്ട് കണ്ടെത്താനോ ഇരട്ട വോട്ട് ചേർക്കുന്നത് തടയാനോ SIRൽ സംവിധാനമില്ല. ഒരു വ്യക്തി രണ്ട് സ്ഥലത്ത് എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകിയാൽ രണ്ടിടത്തും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടും. SIR നടന്നാലും ഇരട്ട വോട്ട് ക്രമക്കേട് തടയാനാകില്ല എന്നാണ് നടപടിക്രമങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനാണ് SIR നടപ്പിലാക്കുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശവാദം. എന്നാൽ ഇരട്ട വോട്ട് തടയാൻ SIRൽ സംവിധാനമില്ല. ഒരു വ്യക്തിക്ക് നിലവിൽ രണ്ട് സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ രണ്ട് സ്ഥലത്തെയും BLOമാരിൽ നിന്ന് എന്യൂമറേഷൻ ഫോം ലഭിക്കും. ഒരു സ്ഥലത്തെ വോട്ട് നിലനിർത്തി രണ്ടാമത്തെ സ്ഥലത്തെ വോട്ട് ഒഴിവാക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്നത്. എന്നാൽ ഒരു വ്യക്തി രണ്ട് സ്ഥലത്തെയും വോട്ട് നിലനിർത്തിയാൽ അത് കമ്മീഷന് കണ്ടെത്താൻ നിലവിൽ കഴിയില്ല. വോട്ടർമാർ ഇങ്ങനെ ചെയ്യില്ലെന്ന വിശ്വാസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രകടിപ്പിക്കുന്നത്. ഈ ഒരു എൻറ്റയർ പ്രോസസ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി റൂൾ ബൗണ്ട് മാത്രമായിട്ടല്ല പോകുന്നത്. അതൊരു പരസ്പര വിശ്വാസത്തിന്റെയും കൂടി പുറത്താണ് നമ്മൾ പോകേണ്ടത്. ലീഗൽ ആക്ടിവിറ്റി ചെയ്യണം എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരുള്ളപ്പോഴാണ് പിടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം 100% സിസ്റ്റം അത് ഡിക്റ്റേറ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ 99.99% നമ്മളത് ബെറ്റർ ആയിട്ടാണ് കേരളത്തിൽ ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് 6 മാസത്തിലധികമായി താമസിക്കുന്നുവെന്ന രേഖ നൽകിയാൽ ഒരു വ്യക്തിക്ക് ഏത് മണ്ഡലത്തിലും വോട്ടറായി മാറാം. രാജ്യവ്യാപകമായി ആരോപണമുയർന്ന ഇരട്ട വോട്ട് തട്ടിപ്പ് കേരളത്തിലും നടന്നതായി നേരത്തെ കണ്ടെത്തിയിരുന്നു. ഏത് വ്യക്തിക്കും ലളിതമായ നടപടികളിലൂടെ ഇരട്ട വോട്ട് സംഘടിപ്പിക്കാൻ കഴിയുമെന്നത് SIRന്റെ സുതാര്യതയെ സംശയനിഴലിലാക്കുന്നു. ഇരട്ട വോട്ട് ചേർക്കൽ കുറ്റകരമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓർമ്മിപ്പിക്കുന്നു. വോട്ടർ പട്ടിക വന്നു കഴിഞ്ഞാൽ ഇരട്ട വോട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സാങ്കേതിക സംവിധാനം ഒരുക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഇലക്ഷൻ ID കാർഡിലെ എപ്പിക് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ ചേർത്ത് കഴിഞ്ഞാൽ അതേ എപ്പിക് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് നിന്ന് വോട്ടർ പട്ടികയിൽ ചേർത്താൻ കഴിയാത്ത വിധമുള്ള സാങ്കേതിക സംവിധാനം വേണം. എന്നാൽ മാത്രമേ ഇരട്ട വോട്ടും കള്ളവോട്ടും തടയാൻ കഴിയൂ. സാങ്കേതിക വിദ്യ ഇത്രമേൽ പുരോഗമിച്ച കാലത്ത് എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത് ഉപയോഗിക്കാത്തത്? സാജിദ് അജ്മൽ, മീഡിയ വൺ, പാലക്കാട്. നവംബർ 4-ാം തീയതിയാണ്. ഇന്നു മുതലാണ് BLOമാർ വീടുകളിലെത്തി നമുക്ക് ഫോമൊക്കെ പൂരിപ്പിക്കേണ്ട ദിവസം ആരംഭിക്കാനിരിക്കുന്നത്. അതിനിടയിലാണ് മീഡിയ വൺ ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവിടുന്നത്. ഏതായാലും ഒരു സുതാര്യതയും ഈ SIRമായി സംബന്ധിച്ച് അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. ഇരട്ട വോട്ട് കണ്ടെത്താനോ ഇരട്ട വോട്ട് ചേർക്കുന്നത് തടയാനോ SIRൽ സംവിധാനമില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഏറ്റവും പ്രധാനം ഈ ഇരട്ട വോട്ട് തടയുക എന്ന് തന്നെയാണ്. വലിയ തരത്തിലുള്ള ക്രമക്കേട് അത് കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. മീഡിയ വൺ തന്നെ അന്വേഷണം നടത്തി പലതരത്തിലുള്ള വാർത്തകൾ പുറത്തുവിട്ടതുമാണ്. അതിനിടയിലാണ് ഇങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെയൊരു കാര്യവുമായി അല്ലെങ്കിൽ കേന്ദ്രം ഇങ്ങനെയൊരു കാര്യവുമായി മുന്നോട്ട് വെക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും പറയുന്നത് വോട്ടർ പട്ടികയിലെ ശുദ്ധീകരണം എന്ന് തന്നെയാണ്. പക്ഷേ വലിയ തരത്തിലുള്ള ലൂപ്പ് ഹോൾ ഈ ഒരു ഇരട്ട വോട്ടിന്റെ കാര്യത്തിൽ നമുക്കിവിടെ വ്യക്തമാകുന്നുണ്ട്. ഇതാണോ ശുദ്ധീകരണം? അമൃത, ഇതാണോ ശുദ്ധീകരണം എന്ന് തന്നെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. കാരണം വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരട്ട വോട്ട് തടയുക എന്നുള്ളതാണ് ഈ SIR ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ നിലവിലെ സംവിധാന പ്രകാരം അതിനുള്ള ഒരു മാർഗം ഇല്ല. അത് ഒരു വ്യക്തിക്ക് ഒന്നിലധികം സ്ഥലത്ത് നിലവിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം സ്ഥലത്ത് അയാൾക്ക് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അവിടെ എല്ലാം തന്നെ BLOമാർ ഈ എന്യൂമറേഷൻ ഫോമുമായി വരും. ആ ഫോം പൂരിപ്പിച്ച് നൽകുന്ന എല്ലാ സ്ഥലത്തെ BLOമാരും ഈ ഫോം വാങ്ങി സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ അത് എൻ്റർ ചെയ്യുകയും വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇത് തടയുകയാണ് SIRലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് പറയുമ്പോൾ അതിനുള്ള സാങ്കേതിക വിദ്യ ഇത്രമേൽ വികസിച്ചൊരു കാലത്ത് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ പേരോ അദ്ദേഹത്തിൻ്റെ മേൽവിലാസമോ മാത്രമല്ല ഈ വോട്ടർ പട്ടികയിൽ വരുന്നത്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നൽകുന്ന തിരിച്ചറിയൽ കാർഡുണ്ട്. ആ തിരിച്ചറിയൽ കാർഡിൻ്റെ എപ്പിക് നമ്പർ ഉപയോഗിച്ച് ഒരു തവണ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ എപ്പിക് നമ്പർ ഉപയോഗിച്ച് എൻ്റർ ചെയ്യാൻ കഴിയാത്ത വിധമുള്ള സാങ്കേതിക സംവിധാനം വളരെ പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയും. നിരവധി കമ്പനികൾ, നിരവധി സർക്കാർ സംവിധാനങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ രീതി അവലംബിക്കാൻ തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അമൃതയുടെ പേരിൽ ഒരു ഭാഗത്ത് ഒരു സ്ഥലത്ത് വോട്ടർ പട്ടികയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതേ ഈ എപ്പിക് നമ്പർ ഉപയോഗിച്ച് മറ്റൊരു സ്ഥലത്ത് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഇത് ഓൾറെഡി എൻ്റർ ചെയ്തു എന്നവിടെ എഴുതി കാണിക്കുകയും ആ BLOക്ക് അത് എഴുതി കാണിച്ചത് കൊണ്ട് പിന്നീട് വോട്ടർ പട്ടികയിൽ ചേർക്കാൻ കഴിയില്ലെന്ന് ആ വ്യക്തിയെ അറിയിക്കാനും കഴിയും. പക്ഷേ അങ്ങനെ ഒരു സാങ്കേതിക സംവിധാനം ഉപയോഗിക്കുന്നില്ല. ഇത് അത്രമേൽ വലിയ സങ്കീർണമായ ഒരു കാര്യമല്ല, വളരെ ലളിതമായ കാര്യമാണ്. അതുപോലും ഉപയോഗിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ എന്റെ കാര്യം തന്നെ എക്സാമ്പിളായി പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ വോട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ 3-3.5 വർഷമായി ഞാൻ കോഴിക്കോട് താമസിക്കുകയാണ്. അപ്പോൾ അതിന്റെ രേഖകൾ സമർപ്പിക്കുകയാണെങ്കിൽ എനിക്ക് തൃക്കരിപ്പൂരും അതുപോലെ തന്നെ കോഴിക്കോടും 2 വോട്ടുകൾ ചെയ്യാൻ കഴിയുമെന്നല്ലേ? അതായത് അമൃത, ഞാൻ പറഞ്ഞു വന്നാൽ ഇപ്പോൾ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ വോട്ടുള്ള അമൃതയ്ക്ക് ഇപ്പോൾ കോഴിക്കോട് നേരത്തെ ഈ കുറച്ചു കാലമായി സ്ഥിരതാമസമാക്കിയത് കൊണ്ട് തന്നെ ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ 2 സ്ഥലത്തും ഈ BLO ഇതുമായി വരും. ഈ അമൃതയുടെ രക്ഷിതാക്കൾ അവിടെ പറയുകയാണ് മകൾ ഇവിടെയാണ് വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ BLO സ്വാഭാവികമായും അത് വാങ്ങുകയും ഈ ഡിസംബർ 9 വരുന്ന കരട് പട്ടികയിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടും. അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് ആണ് അമൃത ഞാൻ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് BLOയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും ഉൾപ്പെടും. ഇനി അങ്ങനെയല്ല, തൃക്കരിപ്പൂരാണ് അമൃതയ്ക്ക് വോട്ടുള്ളത്, ഇവിടെ വോട്ടില്ല എന്ന് വെക്കുക. അമൃത ഈ 3 വർഷമായി ഇവിടെ താമസിക്കുന്നതിന്റെ വാടക രേഖ ഉൾപ്പെടെ നൽകുകയാണെങ്കിൽ പുതിയ ഫോം 6 ഉപയോഗിച്ച്, അതായത് പുതുതായി ഇന്ന സ്ഥലത്തേക്ക് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടണമെന്ന് അപേക്ഷ നൽകിയാൽ അങ്ങനെ ചേരാനുമുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതെല്ലാം തടയാൻ വളരെ എളുപ്പത്തിൽ സാങ്കേതിക സംവിധാനം ഉള്ള ഒരു സാഹചര്യത്തിലും അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുരൂഹവും കൗതുകവുമായി നിൽക്കുന്നത്.